നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിലെ തർക്കത്തിൽ വില്ലേജ് ബോട്ട് ക്ലബ്ബ് ഹൈക്കോടതിയിലേക്ക് ജില്ലാ കളക്ടർക്കും പരാതി നൽകും. സമയക്രമം എങ്ങനെ തീരുമാനിച്ചു എന്നത് ബോധ്യപ്പെടുത്തണമെന്നതാണ് ആവശ്യം. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, ഒരു ഒറ്റ നൂലിൽ കെട്ടിയതുപോലെയായിരുന്നു 4 വള്ളങ്ങളുടെയും പോരാട്ടം. ഏറ്റവും ഒടുവിൽ മൈക്രോ സെക്കൻഡുകളെന്നോ മില്ലി സെക്കൻഡുകളെന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ അതിൽ ജയം സ്വന്തമാക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ് കാരിച്ചാൽ. വിയപുരം നേരെ മറിച്ച് അല്ല, തങ്ങളാണ്. ഏത് സാഹചര്യത്തിലാണ്, എന്തടിസ്ഥാനത്തിലാണ് ആ പ്രഖ്യാപനം, വിജയപ്രഖ്യാപനം എന്ന എതിർവാദവും ഉന്നയിക്കുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ അത് കാരിച്ചാലിന് തന്നെ വെള്ളിക്കപ്പ് സ്വന്തമാവുകയും ചെയ്യുന്നതാണ്. എങ്ങനെയാണ് ഹൈക്കോടതിയിൽ, എന്ത് രീതിയിൽ, വളരെ ശാസ്ത്രീയമായി നടക്കുന്ന ഒരു മത്സരമല്ലേ, പ്രത്യേകിച്ചും ലേസർ ടെക്നോളജി ഉപയോഗിച്ചൊക്കെയാണ് അതിന്റെ ഒരു ഫിനിഷിംഗ് കണ്ടെത്താനുള്ള പ്രക്രിയ നിശ്ചയിച്ചിരുന്നത്. അപ്പോൾ എത്തരത്തിൽ ചലഞ്ച് ചെയ്യാനാണ് ഇവർ ശ്രമിക്കുന്നത്? നിലവിലത്തെ സാഹചര്യത്തിൽ, അതായത് ഇതിനു മുമ്പ് തന്നെ തുറവൂർ ബോട്ട് റേസ് നടന്ന ഘട്ടത്തിലും ഇപ്പോഴത്തെ ചാമ്പ്യന്മാരായ PBC വളരെ കുറഞ്ഞ സമയത്ത് ഈ പറഞ്ഞ പോലെയുള്ള മില്ലി സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഈ പഴയ ഒരുപാട് തവണ ഇത്തരത്തിൽ ആക്ഷേപങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ഈ സ്റ്റാർട്ടിങ്ങും ഫിനിഷിങ്ങും അടക്കമുള്ള ഇടങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ പരാതി ഒഴിവാക്കുന്നതിന് വേണ്ടി തന്നെയാണ്. തീർച്ചയായിട്ടും ഇന്നലത്തെ മത്സരത്തിൽ നമുക്ക് അറിയാമായിരുന്നു, ആ മത്സരം ഫൈനൽ മത്സരം കണ്ടിട്ടുണ്ടെങ്കിൽ നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയും ആവേശകരമായ ഒരു ഫൈനൽ ഉണ്ടോ എന്ന് തന്നെ പറയാൻ കഴിയില്ല. അത്രയ്ക്ക് ഓരോ 4 ട്രാക്കിലെയും വള്ളങ്ങൾ ഒരുപോലെ ഫിനിഷ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിരുന്നത്. അതിൽ തന്നെയാണ് 5 മില്ലി സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ നിലവിൽ PBC ജേതാക്കളായി, കാരിച്ചാലിലൂടെ ജേതാക്കളാവുകയും ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ ഈ 5 മൈക്രോ സെക്കൻഡുകൾ പരാജയപ്പെട്ടിട്ടുള്ള വിയപുരമാണ് പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത്. അവർ ഇന്നലെ തന്നെ ഈ സംവിധാനം, അതായത് ഈ ടൈമിംഗ് സംവിധാനം തെറ്റാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ അത്തരത്തിൽ പ്രതിഷേധം ഉയർത്തിയിരുന്നു. തുടർന്ന് 100 പേർക്കെതിരെ, അതായത് വിയപുരം ബോട്ട് തുഴഞ്ഞ വള്ളം തുഴഞ്ഞ 100 പേർക്കെതിരെ നോർത്ത് പോലീസ് കേസെടുക്കുന്ന സാഹചര്യവും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വള്ളംകളിയുമായി ബന്ധപ്പെട്ട ഒരു അപ്പലേറ്റ് കമ്മിറ്റി ഉണ്ട്. ഈ കമ്മിറ്റിക്ക് ഇവർ ആദ്യം പരാതി നൽകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ വിധി നിർണയത്തെ സംബന്ധിച്ച് അവർക്ക് പരാതി ഉണ്ടെങ്കിൽ അത്തരം ഒരു കമ്മിറ്റി, ആ കമ്മിറ്റിക്കാണ് ആദ്യം ഇവർ പരാതി നൽകേണ്ടത്. ജില്ലാ കളക്ടർ ഉൾപ്പെടെ NDPR കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ ഉള്ളതാണ്, ഹയർ ഒഫീഷ്യൽസ് ഉൾപ്പെടെ ഉള്ളതാണ് ആ കമ്മിറ്റി. അതിന് പരാതി നൽകുക, തുടർന്ന് ജില്ലാ കളക്ടർക്കും പരാതി നൽകുക. എന്നാലും വിയപുരം അറിയിച്ചിരിക്കുന്നത് അത്തരത്തിൽ തങ്ങൾ പരാതി നൽകും എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല ഈ വിധി നിർണയത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ പോകുമെന്നും പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു കമ്മിറ്റിയാണ് ഇത് പരിശോധിച്ച്, ദൃശ്യങ്ങളടക്കം പരിശോധിച്ചുകൊണ്ട് ഇതിനകത്തൊരു തീരുമാനം എടുക്കേണ്ടത്. മാത്രമല്ല ഈ പറഞ്ഞ, നേരത്തെ എൽദോ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള ഫോട്ടോ ഫിനിഷ് ആണ് അവർ ഉപയോഗിക്കുന്നത്. അത്തരത്തിൽ ലേസർ റേസ് ഉപയോഗിച്ചുള്ള ടെക്നോളജി അടക്കം വള്ളം പാസ് ചെയ്യുമ്പോൾ തന്നെ അത് കൃത്യമായി രേഖപ്പെടുത്തുന്നതാണ്. അത്തരത്തിലുള്ള ടെക്നോളജി ഉപയോഗിച്ച് തന്നെയാണ് ആ വിജയം ഉള്ളത് എന്നുള്ളതാണ്. എന്തായാലും നമുക്കറിയാം, വിയപുരത്തിൻ്റെതും ഒരു വിജയത്തിന് സമാനമായ 2ാം സ്ഥാനത്തേക്ക് അവർ പോയെങ്കിൽ പോലും വിജയത്തിന് സമാനമായ 2ാം സ്ഥാനം തന്നെ ഇന്ന് നമുക്ക് വിയപുരത്തിന്റെ ആ ഒരു വിജയത്തെ അല്ലെങ്കിൽ ആ 2ാം സ്ഥാനത്തെ പറയാൻ കഴിയും. അത്രയ്ക്ക് ഡിഫറൻസ് മാത്രമേ ഈ 2 വള്ളങ്ങൾ തമ്മിലുണ്ടായിരുന്നു. അതായത് 5 മൈക്രോ അല്ലെ മില്ലി സെക്കൻഡുകളുടെ വ്യത്യാസം എന്ന് മാത്രമേ ഉള്ളൂ. കാരണം 4.79 ആയിരുന്നു 2 വള്ളങ്ങളുടെയും വന്നിരുന്നത്. പക്ഷേ 5 മില്ലി സെക്കൻഡുകളുടെ ഡിഫറൻസ് കുറവ് വിയപുരത്തിന് വന്നു എന്നുള്ളതാണ്. എന്തായാലും വള്ളംകളി വളരെ ആവേശകരമായിരുന്നു. അതിനേക്കാൾ വലിയ തർക്കങ്ങൾ നടക്കുന്നുണ്ട്. 2 ക്ലബ്ബുകളും വലിയ ആരാധകരുള്ള വില്ലേജ് ബോട്ട് ക്ലബ്ബ് ആണെങ്കിലും. ഈ അപ്പലേറ്റ് കമ്മിറ്റിയിലെ സമീപിക്കാതെയാണോ ഈ നേരെ ഹൈക്കോടതിയിൽ പോകാനുള്ള PBCയുടെ തീരുമാനം? നിലവിലെ കളക്ടർക്കോ അല്ലെങ്കിൽ അപ്പലേറ്റ് കമ്മിറ്റിക്കോ പരാതി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന് നേരിട്ട് വിയപുരം പരാതി നൽകിയിട്ടില്ല. പിന്നെ ഇനി ഇമെയിൽ മുഖാന്തരം ലഭ്യമായിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് നിലവിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. നേരിട്ട് തനിക്ക് ആരും പരാതി നൽകിയിട്ടില്ല എന്നുള്ളത് നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഈ അപ്പലേറ്റ് കമ്മിറ്റിക്കും അത്തരത്തിലൊരു പരാതി ലഭ്യമായിട്ടില്ല. ഹൈക്കോടതിയിൽ പോകുമെന്നും അത്തരം വാദങ്ങളൊക്കെയും അവർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും വിജയത്തെ സംബന്ധിച്ച് അന്തിമ തീരുമാനം, അല്ലെങ്കിൽ അതിൽ തർക്കമുണ്ട് എന്നുള്ളതാണ്. വില്ലേജ് ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ വിയപുരം ബോട്ടിനും ഒപ്പം തന്നെ ക്ലബിനും അത്തരത്തിലൊരു പരാതി ഉണ്ട്. ആ പരാതി നിലനിൽക്കുന്നു. അത് ഹൈക്കോടതിയിലേക്ക് പോകുമെന്നൊക്കെ അവരുടെ ഭാഗത്ത് നിന്ന് അറിയിക്കുന്നുണ്ടെങ്കിൽ പോലും ഔദ്യോഗികമായ അത്തരമൊരു നടപടിക്രമങ്ങളിലേക്ക് അവർ കടന്നിട്ടില്ല.
റൈറ്റ്, ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. ഏറ്റവും ആവേശകരമായിട്ടുള്ള മത്സരം, അതിന് ഏറ്റവും ഒടുവിൽ വലിയ തർക്കം. തർക്കത്തിന്റെ കാരണം, അതിന്റെ ആധാരം മൈക്രോ സെക്കൻഡിലുള്ള കാരിച്ചാലിന്റെ വിജയപ്രഖ്യാപനമാണ്, കാരിച്ചാലിന്റെ ജയമാണ്. അത് BBC കൈനകരി വിയപുരം ചുണ്ടനിലാണ് എത്തിയത്. വിയപുരവും കാരിച്ചാലും തമ്മിലുള്ള വാശിയേറിയ മത്സരമായിരുന്നു. ഒപ്പം നടുഭാഗവും നിരണം ചുണ്ടനും 4 ചുണ്ടൻ വള്ളങ്ങളും ഒപ്പത്തിനൊപ്പം നിന്നു. അതിൽ ഏറ്റവും ഒടുവിൽ കാരിച്ചാൽ ജയിക്കുന്നു. പക്ഷേ അത് ചോദ്യം ചെയ്യപ്പെടാൻ പോവുകയാണ്, ചോദ്യം ചെയ്യാൻ ശ്രമിക്കുകയാണ് BBC കൈനകരി ഈ അവസരത്തിൽ. ശരണ്യാണ് വിവരങ്ങൾ നൽകിയത്.